നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിൽ നാളെയാണ് റയൽ മാഡ്രിഡിൻ്റെ ആദ്യ മത്സരം. നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് ഞായറാഴ്ച പുലർച്ചെ 1 മണിക്ക് റയൽ മാഡ്രിഡ് എസ്പാനിയോളുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. ഈ മത്സരത്തിന് മുന്നോടിയായി റയൽ മാഡ്രിഡിൻ്റെ സ്ക്വാഡ് ഇപ്പോൾ ഹോസെ മൊറീഞ്ഞോ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില തീരുമാനങ്ങൾ അദ്ദേഹം എടുത്തിരിക്കുന്നു. അതേതോടെ നാളത്തെ പ്ലേയിങ് 11 ആരൊക്കെ ഉണ്ടാകുമെന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ചോദിച്ചപ്പോൾ മൊറീഞ്ഞോ പറഞ്ഞത്, നാളത്തെ 11 നമുക്ക് നോക്കാമല്ലോ, നിങ്ങളിൽ ആർക്കാണ് നല്ല കോണ്ടാക്ട്സ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, പ്ലേയേഴ്സിന് ഓൾറെഡി അറിയാം ആരൊക്കെ നാളെ കളിക്കുമെന്ന്. അതായത് മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം തമാശയായിട്ട് ഒരു വെല്ലുവിളി പോലെ പറയുകയാണ്, ഞാൻ കളിക്കാരോട് ആരൊക്കെ കളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ നല്ല കോണ്ടാക്ട്സ് ആർക്കാന്നൊക്കെ ഒന്ന് കാണട്ടെ എന്ന്. അതായത് അതൊന്ന് ചോർത്തിയെടുക്കാൻ പറ്റുമോ നോക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, എൻട്രിക്ക് നാളെ കളിക്കില്ല, നാളത്തെ സ്ക്വാഡിലില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഹോസെ മൊറീഞ്ഞോ. വാവ്, ഇത് ചില സൂചനകൾ നൽകുന്നു എന്ന് പലരും വിലയിരുത്തുന്നുണ്ട്. എൻട്രിക്ക് പുറത്തേക്ക് പോകുമോ എന്നുള്ളത്. ലിവർപൂളിന് താരത്തിൽ താല്പര്യമുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രീമിയർ ലീഗിൽ നിന്ന് ചില നീക്കങ്ങൾ ഉണ്ടാകും എന്ന് റയൽ മാഡ്രിഡ് പ്രതീക്ഷിക്കുന്നതായിട്ടും അതനുസരിച്ച് വരും ദിവസങ്ങളിൽ ട്രാൻസ്ഫർ മാർക്കറ്റിൽ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കണം എന്നതിനെക്കുറിച്ച് റയൽ മാഡ്രിഡ് പ്രിപ്പയർഡാണ് എന്നുള്ള വാർത്തകൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. സോ എൻട്രിക്കിൻ്റെ കാര്യം അതുകൊണ്ട് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ മെൻഡി, മിലിറ്റാവോ, അസെൻസിയോ, റോഡ്രിഗോ, എൻട്രിക്ക്, തിയാഗോ പിറ്റാർച്ച് എന്നിവരാണ് നാളത്തെ കളിക്ക് സ്ക്വാഡിൽ ഇല്ലാതെ നമുക്കറിയാം. അപ്പോൾ ഇതിൽ മിലിറ്റാവോയും റോഡ്രിഗോയും ഒക്കെ പരിക്കിൻ്റെ പിടിയിലാണ്. കുറച്ചധികം നാളുകൾ കഴിഞ്ഞിട്ട് അവർ മടങ്ങിയെത്തുകയുള്ളൂ. പക്ഷെ അതല്ല എൻട്രിക്കിൻ്റെത്. സോ ബ്രസീലിയൻ സൂപ്പർ താരം എൻട്രിക്ക് റയലിൽ നിന്ന് പുറത്തേക്കുള്ള വഴിയിലാണോ എന്നുള്ള ചോദ്യം തന്നെയാണ്. അദ്ദേഹത്തിന് പ്ലെയിൻ ടൈം ലഭിക്കില്ല, കുറയും എന്നുള്ളത് ഉറപ്പാണ്. പുതുതായിട്ട് സ്ക്വാഡിലേക്ക് വന്ന കാർലോസ് എസ്പിയെ ഈ സ്ക്വാഡിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ സ്ക്വാഡ്, നാളത്തെ കളിക്കുള്ള സ്ക്വാഡ് മൊറീഞ്ഞോ ഓൾറെഡി പ്രഖ്യാപിച്ചത് നമുക്കൊന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പർമാരായിട്ട് കോർട്ടുവയും ലൂനിനും മെസ്ട്രയുമാണുള്ളത്. ഡിഫൻസിൽ ഹൂയിസനും ട്രെൻഡും കൊനാറ്റയും കുക്രയെയും കരേറസും റൂഡിഗറും ഡംഫ്രീസും മാരിയോ റിവാസും ഉൾപ്പെട്ടിരിക്കുന്നു. മധ്യനിരയിലേക്ക് ബെല്ലിംഗാമും കമവിംഗയും വാൽവർദയും ആർദ ഗ്യൂളറും ബെർണാഡോ സിൽവയും സെസ്ട്രോയും അലക്സിസ് സിരിയയുമാണുള്ളത്. മുന്നേറ്റത്തിൽ വിനി ജൂനിയറും എംബാപ്പയും എസ്പിയും ബ്രാഹിമും യാൻ ഡയമണ്ടയും ഉൾപ്പെടുന്നു. ഏതായാലും എൻട്രിക്കിന് പുറത്തേക്കുള്ള വഴി തുറക്കപ്പെടുകയാണെന്ന് വേണം കരുതാൻ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.